കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ ഇലക്ഷൻ വിഭാഗം സീനിയർ ക്ലർക്ക് അജീഷിന്റെ ആത്മഹത്യയിൽ ദുരൂഹത. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട സമ്മർദ്ദമാണ് അജീഷിനെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് മുനിസിപ്പൽ ചെയർമാൻ അബ്ദു വെള്ളറ മീഡിയ വണ്ണോട് പറഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടി സ്വീകരിക്കുമെന്നും നിലവിലെ സെക്രട്ടറി അന്വേഷണം നടത്താൻ തയ്യാറാകുന്നില്ലെന്നും ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രതികരിച്ചു. ഒക്ടോബർ 19 അജീഷ് ആത്മഹത്യ ചെയ്യുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൻ്റെ അവസാന ദിവസങ്ങളായിട്ടും 17-നും 18-നും അജീഷ് ഓഫീസിലെത്തിയില്ല. 15-നും 16-നും 6 മണിയോടെ ഓഫീസ് വിട്ട അജീഷ് വീട്ടിലെത്തിയത് രാത്രി 11:30. 19-ന് അജീഷ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് മുനിസിപ്പൽ ചെയർമാൻ ആരോപിക്കുന്നത്. 2 ദിവസം എന്ന് പറയുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 ദിവസമാണ്. 17-ാം തീയതിയും 18-ാം തീയതിയും. ഈ 2 ദിവസവും അദ്ദേഹം ഓഫീസിൽ തീരെ വന്നില്ല എന്ന് പറയുന്നത് വളരെ ദുരൂഹതയുള്ള കാര്യമാണെന്നൊരു സംശയമല്ല. കൊടുവള്ളിയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്താൻ ബാഹ്യ ഇടപെടൽ ഉണ്ടായിരുന്നെന്ന് സൂചിപ്പിക്കുന്നതാണ് മുനിസിപ്പൽ ചെയർമാന്റെ വാക്കുകൾ. അജീഷിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസും ലീഗും ആവശ്യപ്പെട്ടു. ഈ ദുരൂഹമായൊരു മരണമായിട്ടാണ് പൊതുജന സംസാരം. ആ സാഹചര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു കാരണം നടന്നിരിക്കുന്നത് അസ്വാഭാവിക മരണമാണ്. അതിൽ അസ്വാഭാവികതയുണ്ട്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടെങ്കിലും നഗരസഭാ സെക്രട്ടറി കൃത്യമായ അന്വേഷണം നടത്തുന്നില്ലെന്ന് ജില്ലാ കളക്ടർ. ഇപ്പോഴുള്ള സെക്രട്ടറി പ്രോപ്പർലി വർക്ക് ചെയ്തിട്ടില്ല, റിപ്പോർട്ട്സ് തന്നിട്ടില്ല. ഈ ഇൻക്വയറി ഇപ്പോൾ വളരെ പെൻഡിങ് ആയിരുന്നു. പകരം സെക്രട്ടറിയെ നിയമിക്കാൻ ആവശ്യപ്പെടുമെന്നും കളക്ടർ പറഞ്ഞു. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.